ദേശദ്രോഹപരമായ പ്രസ്താവന നടത്തിയെന്ന കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ കണ്ട ബിഗ് ബോസ് താരം അഖിൽ മാരാർ തൃശൂർ രാമനിലയത്തിൽ വെച്ചായിരുന്ന കൂടിക്കാഴ്ച. സുരേഷ് ഗോപി തന്നെ ക്ഷണിക്കുകയായിരുന്നു അഖിൽ മാരാർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ സുരേഷ് ഗോപിക്ക് നന്ദി പറഞ്ഞ് അഖിൽ രംഗത്ത് വന്നിരുന്നു. ഈ വിഷയത്തിൽ എന്നെ ആദ്യം വിളിച്ചത് സുരേഷ് ഗോപി പ്രിയപ്പെട്ട സുരേഷേട്ടനായിരുന്നു. സ്വന്തം പാർട്ടി നൽകിയ പരാതിയായിട്ടും എന്നെ തിരിച്ചു ചേർത്ത് പിടിച്ച് നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു എന്നാണ് അഖിൽമാരാർ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറിച്ചത്. വിവാദ പ്രസ്താവനയിൽ തന്റെ ഭാഗം ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിനും സുരേഷ് ഗോപിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഒരു വരിയിലോ വാക്കിലോ രാജ്യസ്നേഹം അളക്കുന്നവരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും അഖിൽമാരാർ പറഞ്ഞു. കുറിപ്പ് ഇങ്ങനെയെന്ന് വായിക്കാം: ഹൃദയപൂർവ്വം സുരേഷേട്ടൻ. തൃശൂർ രാമൻ നിലയത്തിലേക്ക് ക്ഷണിച്ചു. നന്ദി പറയാൻ പിരിയാൻ നിന്ന എനിക്കായി 2 മണിക്കൂർ അദ്ദേഹം മാറ്റിവെച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിനും ഹൈക്കോടതി ജസ്റ്റിസിനും ഞാൻ പറഞ്ഞത് ബോധ്യപ്പെട്ടു. നിങ്ങളുടെ ധാരണ തിരുത്താൻ ഞാൻ ശ്രമിക്കുന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തെയും ഞാൻ മാനിക്കുന്നു. ഒരു വരിയിലോ വാക്കിലോ രാജ്യസ്നേഹം അളക്കുന്നവരുടെ സർട്ടിഫിക്കറ്റ് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമല്ല. ഒരു സ്വതന്ത്ര ഭാരത പൗരൻ. അഭിപ്രായം ആർക്കും വേണ്ടി പണയപ്പെടുത്തി ജീവിക്കാൻ ഉദ്ദേശമില്ല. അധികാരത്തിൻ്റെ സുഖത്തേക്കാൾ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമാകാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ശരികൾ എൻ്റെ ശരികൾക്കൊപ്പം ആവണമെന്നില്ല. സ്നേഹിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും 1000 നന്ദി. അതേസമയം അഖിൽമാരുടെ പോസ്റ്റിന് കമന്റ് ബോക്സിൽ രൂക്ഷമായ വിമർശനം തുടരുകയാണ്. ചിലരുടെ കമന്റുകൾ ഇങ്ങനെയായിരുന്നു: സുരേഷ് ഗോപിയുടെ ഫോട്ടോയും തൂക്കി സോഷ്യൽ മീഡിയയിൽ കുറേ ഡയലോഗ് ഇട്ട് ബി.ജെ.പിയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കണമെന്ന നിന്റെ പൂതി നടക്കില്ല അഖിലേ. സുരേഷ് ജിയെ ഞങ്ങൾക്കറിയാം. അദ്ദേഹം നിന്നെ സപ്പോർട്ട് ചെയ്ത പോലും പോടാ പോയി കൂട്ടി കോല് കളിക്കട എന്നായിരുന്നു ഒരു കമന്റ്.